ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. RRB JEE എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ആശങ്കയായിരുന്നു എക്സാം എന്നാണ്, നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ളതൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് RRB കഴിഞ്ഞ ദിവസം ആനുവൽ കലണ്ടർ പുറപ്പെടുവിച്ചിരുന്നു. അതിൽ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് പറയുന്നുണ്ട്. ജൂലൈ ടു സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. ജൂനിയർ എഞ്ചിനീയറിംഗ് എക്സാമിൻ്റെ എക്സാം പാറ്റേൺ നമുക്കറിയാം. CBT 1, CBT 2 എന്നിങ്ങനെയാണ്. CBT 1 പ്യുവർലി നോൺ ടെക്നിക്കൽ ആയിരിക്കും. CBT 2-ലാട്ടെ നോൺ ടെക്നിക്കലും ടെക്നിക്കലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. 100 മാർക്കിനാണ് ടെക്നിക്കൽ എക്സാം വരുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് സിലബസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് അനാലിസിസ് ചെയ്യുന്നത്. കൂടാതെ തന്നെ മുൻവർഷം നടന്ന എക്സാമിൻ്റെ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. മുൻവർഷം നടന്ന എക്സാമിൻ്റെ ഒരു ഓവർവ്യൂവും കൂടാതെ തന്നെ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജും നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എക്സാമിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. CBT 1 എക്സാം ഉണ്ട്, CBT 2 കൂടാതെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. ഇനി CBT 1-ൽ മുമ്പ് പറഞ്ഞതുപോലെ 100 മാർക്കിൻ്റെ എക്സാമാണ്. പ്യുവർലി നോൺ ടെക്നിക്കലാണ്. 90 മിനിറ്റാണ് എക്സാം വരുന്നത്. നമ്മൾ എക്സാം പാറ്റേണിനെ കുറിച്ചും എക്സാമിൻ്റെ രീതികളെക്കുറിച്ചും ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പിട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇനി CBT 2 എക്സാം നോക്കുകയാണെങ്കിൽ 150 മാർക്ക് എക്സാം, 120 മിനിറ്റാണ് ഡ്യൂറേഷൻ. അതിൽ 50 മാർക്ക് നോൺ ടെക്നിക്കൽ പാർട്ടും 100 മാർക്ക് ടെക്നിക്കൽ എബിലിറ്റീസുമാണ് വരുന്നത്. നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബേസിക് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ അതൊരു സബ്ജക്റ്റായിട്ട് നോൺ ടെക്നിക്കൽ പാർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ എൻവയോൺമെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് CBT 2-ൽ കിട്ടും. ഇനി നോക്കുകയാണെങ്കിൽ 3 ഇയർ ഡിപ്ലോമ കൂടാതെ BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓഫ് 3 ഇയർ ഡ്യൂറേഷൻ ഉള്ളവർക്കും എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് അനാലിസിസിലേക്കാണ് കിടക്കുന്നത്. ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എഞ്ചിനീയർ മെക്കാനിക്സ്. എഞ്ചിനീയർ മെക്കാനിക്സ് ഒരു ബേസിക് സബ്ജക്റ്റാണ്. അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോഴ്സ്, ഇക്വിലിബ്രിയം, ഫ്രിക്ഷൻ, സെൻട്രോയിഡ് കൂടാതെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സിമ്പിൾ മെഷീൻസ്. സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ്. മെമ്മറൈസ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. നെക്സ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ബിൽഡിംഗ് മെറ്റീരിയലും വേറെ വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു PSC വ്യൂവിലായിട്ട് നമ്മളൊരു SSC JEE പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത്, പക്ഷേ മറന്നു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പോർഷനാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ബിൽഡിംഗ് മെറ്റീരിയലും. അപ്പോൾ നമ്മൾ റിവൈസ് ചെയ്ത് തറവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുന്ന മറ്റ് സബ്ജക്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ഈ സബ്ജക്റ്റും കൊണ്ടുപോവുക. കൂടാതെ റിവൈസ് ചെയ്ത് കൊടുക്കുക. റിവൈസ് ചെയ്ത് കൊടുക്കുന്നതോറും നമുക്ക് ഈ സബ്ജക്റ്റ് തറവാകും. വാസ്റ്റായിട്ടുള്ളൊരു പോർഷൻ ആണെങ്കിലും വെയിറ്റേജ് നല്ലപോലുള്ളൊരു പാർട്ടാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ബിൽഡിംഗ് മെറ്റീരിയലും. അപ്പോൾ നിങ്ങൾ ഒഴിവാക്കാതെ തന്നെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. അതിൽ ബിൽഡിംഗ് കമ്പോണൻസിൽ സബ്സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ എന്നിങ്ങനെ എടുത്തു പറയുന്നുണ്ട്. ടൈപ്പ് ഓഫ് സ്ട്രക്ചർ, പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് വരികയാണെങ്കിൽ അതിൽ സ്റ്റോണ്, ബ്രിക്ക്, മോട്ടാർസ്, അതിൽ നമ്മുടെ ടിമ്പർ കൂടാതെ എല്ലാ മെറ്റീരിയൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും ഒഴിവാക്കാതെ തന്നെ നിങ്ങൾ പഠിക്കണം. ഇനി നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് സബ്സ്ട്രക്ചറും കൺസ്ട്രക്ഷൻ ഓഫ് സൂപ്പർ സ്ട്രക്ചറും. സബ്സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ എന്താണെന്ന് ഒരു സിവിൽ എഞ്ചിനീയർ വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സബ്സ്ട്രക്ചറായ എർത്ത് വർക്ക്, ഫൗണ്ടേഷൻ, അതിൻ്റെ ടൈപ്പ്, കൂടാതെ തന്നെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ സ്റ്റോൺ മേസൺറി, ബ്രിക്ക് മേസൺറി, ഹോളോ കോൺക്രീറ്റ് ആൻഡ് ബ്ലോക്ക് മേസൺറി, കൂടാതെ തന്നെ ക്യാവിറ്റി വാൾ, ഡോസ് ആൻഡ് വിൻഡോസ്. ഡോസ് ആൻഡ് വിൻഡോസ് ഒക്കെ എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുള്ളൊരു പോർഷനാണല്ലേ. അപ്പോൾ നിങ്ങൾ ആ പാട്ടൊന്നും ഒഴിവാക്കാതെ തന്നെ പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബിൽഡിംഗ് ഫിനിഷസ്. അതിൽ ഫ്ലോസ്, വോൾസ് അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെയാണ്. കൂടാതെ തന്നെ റൂഫ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ബിൽഡിംഗ് ഫിനിഷസിൽ വരുന്നത്. അപ്പം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് മെറ്റീരിയൽസ് ആ സബ്ജക്റ്റിൽ ഉൾപ്പെടുന്ന പോർഷൻസ് പല സിലബസിൽ പല പോർഷനായിട്ട് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അതിൽ ഫുള്ളായിട്ട് അപ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് മെറ്റീരിയൽ എന്ന് നമുക്ക് മനസ്സിലാവും. ഇനിയുള്ളത് ബിൽഡിംഗ് മെയിൻ്റനൻസ്, ക്രാക്സ്, സെറ്റിൽമെൻറ്റ്, റീബെയറിംഗ് ടെക്നിക്സ്, ഇവയൊക്കെയാണ് ബിൽഡിംഗ് മെയിൻ്റനൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയുള്ളത് ബിൽഡിംഗ് ഡ്രോയിങ്. ബിൽഡിംഗ് ഡ്രോയിൽ പ്ലാൻസ്, അതിൻ്റെ സ്കെയില്, സെക്ഷൻ വരയ്ക്കുന്നത്, അപ്പോൾ അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽ കാര്യങ്ങളായിരിക്കും പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്? കൺവെൻഷൻസ്, പ്ലാനിങ് ഓഫ് ബിൽഡിങ്സ്, ഡ്രോയിങ്, എലിവേഷൻ, സെക്ഷൻ, സൈറ്റ് പ്ലാൻ, ലൊക്കേഷൻ പ്ലാൻ, അങ്ങനെ എല്ലാ പ്ലാനുകളെക്കുറിച്ചും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഇനി നോക്കാനുള്ളത് കോൺക്രീറ്റ് ടെക്നോളജി. വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണല്ലേ, ധാരാളം പഠിക്കാനുണ്ട്. എങ്കിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കുക. ഇനി നോക്കുന്നത് സർവേയിങ്. സർവേയിങ്ങിനായാലും ഇപ്പം PSC പോയിന്റ് ഓഫ് വ്യൂവിലായാലും നല്ലൊരു വെയിറ്റേജ് ഉള്ളൊരു സബ്ജക്റ്റ് ആണല്ലേ സർവേയിങ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് സിലബസ് കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് ഓഫ് സർവേ, ചെയിന്, കോമ്പസ്, ലെവലിംഗ്, പ്ലെയിൻ ടേബിൾ, ടാക്യോമെട്രി, കർവ്സ്, അങ്ങനെ എല്ലാ അഡ്വാൻസ്ഡ് സർവേയിങ്, റിമോട്ട് സെൻസിങ് അങ്ങനെ സർവേയുടെ എല്ലാ ടോപ്പിക്സും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കമ്പ്യൂട്ടർ എയ്ഡഡ് ആൻഡ് ഡിസൈന്, ഓട്ടോകാഡിനെ പറ്റി ഒരു ബേസിക് നോളജ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമുക്ക് കോളേജിൽ വെച്ചിട്ടായാലും അത് കഴിഞ്ഞിട്ടായാലും നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ എക്സാമിന് ചോദിക്കാറ്. ഇനി ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസൈൻ ഓഫ് ഫൗണ്ടേഷൻ, പേവ്മെൻറ്റ്സ്, എർത്ത് റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ്, എർത്ത് ആൻഡ് ഡാംസ്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഹൈഡ്രോളിക്സ് എന്ന് പറയുമ്പം നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് വരുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് കാണുമ്പോൾ സിലബസ് ചെറുതാണെങ്കിലും പഠിച്ചിട്ടുള്ളവർക്കറിയാം നല്ലപോലെ ഡെപ്തിൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അതിൽ ഹൈഡ്രോളിക് മെഷീൻസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ് അടുത്ത പറയുന്നത്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൻ്റെ കൂടെ തന്നെ ഹൈഡ്രോളജിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ റിസർവയർ പ്ലാനിങ്, പെർക്കുലേഷൻ ടാങ്ക്സ്, ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്നിവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സ്ട്രക്ചറൽ സബ്ജക്റ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബേസിക് ക്വസ്റ്റ്യൻസുമാണ് ഈ പോർഷനിൽ നിന്ന് വരാറുള്ളത്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിന്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, സ്ട്രെസ്സസ് ഇൻ ബീംസ്, അനാലിസിസ് ഓഫ് സ്ട്രെസ്സസ്, സ്ട്രെയിൻ എനർജി, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ്. പൊതുവെ ക്വസ്റ്റ്യനും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പോർഷനിൽ നിന്ന് വരുന്നത്. ഇനി തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സസ്, സ്ലോപ്സ് ആൻഡ് ഡിഫ്ലക്ഷൻസ്, ഫിക്സഡ് ബീംസ്, കണ്ടിന്യൂസ് ബീംസ്, മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, കോളംസ്, ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എക്സാമിൽ കൂടുതലായിട്ടും തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഈ പോർഷൻസിൽ നിന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള തിയററ്റിക്കൽ കാര്യങ്ങളെല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു AE ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഹാർഡ് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു JEE എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സും ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സും. അപ്പോൾ ഇതിൽ ബൈഹാർട്ട് ചെയ്യാൻ ധാരാളം ഉള്ളൊരു 2 സബ്ജക്റ്റുകളാണ് അല്ലേ. അപ്പോൾ IS കോഡും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. IS കോഡിൻ്റെ കോഡ് പ്രൊവിഷനൊക്കെ ഇപ്പോൾ എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു രീതിയായിട്ടുണ്ട്. അപ്പം JEE എക്സാമിന് പൊതുവെ അങ്ങനെ കാണാറില്ല, ഇനി വന്നുകൂടാ എന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചു വരുന്നവരൊക്കെ അതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് പറയുന്നതിൽ റെയിൽവേ എഞ്ചിനീയറിങ്ങും ബ്രിഡ്ജ് എഞ്ചിനീയറിങ്ങും കൂടാതെ തന്നെ ടണൽ എഞ്ചിനീയറിങ്ങും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ റെയിൽവേയുടെ എക്സാം ആയതുകൊണ്ട് തന്നെ റെയിൽവേ എഞ്ചിനീയറിംഗിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ഒന്നും പൊതുവേ ചോദിക്കാറില്ല. എങ്കിലും ഹിസ്റ്ററിയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, റെയിൽവേയുടെ ഹിസ്റ്ററി. അപ്പം ആ പോർഷൻ ഒന്ന് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇനിയുള്ളത് ഹൈവേ എഞ്ചിനീയറിംഗിൽ റോഡ് കൺസ്ട്രക്ഷൻ, ഹൈവേ, കൂടാതെ തന്നെ ഇപ്പോൾ ഹൈവേ എഞ്ചിനീയറിംഗിൽ പൊതുവേ കാണാത്തതാണ് സിലബസിൽ ഹിൽ റോഡ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സിലബസ് നോക്കുമ്പോൾ ശ്രദ്ധിച്ച് ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ടെന്ന് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് വേണം പഠിക്കാൻ. ലാസ്റ്റായിട്ടുള്ളത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് തന്നെയാണല്ലേ. അപ്പോൾ നോൺ ടെക്നിക്കൽ പാർട്ടിൽ മുമ്പ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് 10 മാർക്കിനാണ് നോൺ ടെക്നിക്കൽ പാർട്ടിൽ ബേസിക് എൻവയോൺമെൻറ്റൽ ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ എൻവയോൺമെൻറ്റലിൻ്റെ എല്ലാ പോർഷൻസും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കണം എക്സാമിന് മുന്നേ തന്നെ. പിന്നീട് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ ടെക്നിക്ക് ആൻഡ് എക്യുപ്മെൻറ്റ്, കൂടാതെ തന്നെ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൽ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്, മോഡ്സ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് റേറ്റ് അനാലിസിസ്, ഇവയൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കോൺട്രാക്റ്റ് ആൻഡ് അക്കൗണ്ട്സിൽ പറയുന്നത് നമ്മൾ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ്? ടൈപ്സ് ഓഫ് എഞ്ചിനീയറിംഗ് കോൺട്രാക്ട്സ്, ടെൻഡർ ഡോക്യുമെൻറ്റ്സ്, പേയ്മെൻറ്റ്, സ്പെസിഫിക്കേഷൻ, ഇവയെല്ലാം നമ്മൾ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൽ പഠിക്കുന്നത് തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് നമുക്കൊരു ഡീറ്റെയിൽ സിലബസ് വരുന്നത്. അപ്പോൾ അടുത്തതായി നമ്മൾ സബ്ജക്റ്റ് വെയിറ്റേജ് ആണ് നോക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് നടന്ന എക്സാമിൽ നമുക്ക് സബ്ജക്റ്റുകൾ വന്നിട്ടുള്ള വെയിറ്റേജ് ഒന്ന് നോക്കാം. 2019 എക്സാം നടന്നിട്ടുള്ളത്. ഏകദേശം 13,000-ഓളം വേക്കൻസി ആയിരുന്നു എന്നുള്ളത്. അതിൽ 13,000 വേക്കൻസിയിൽ നിന്ന് പിന്നെ വന്നിട്ടുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് പോലും ആളെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം വേക്കൻസിയോട് കൂടിയാണ് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമ്പിളാണ്, വാസ്റ്റാണ്, പക്ഷേ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. മെറ്റീരിയൽസിൽ നിന്നും 8 മാർക്കും കൺസ്ട്രക്ഷനിൽ നിന്ന് 15 മാർക്കും, അങ്ങനെ മൊത്തം 23 മാർക്കാണ് ആ പോർഷനിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് വരുന്നത് എൻവയോൺമെൻറ്റ്, 10 മാർക്കിനാണ് എൻവയോൺമെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്.
കോൺക്രീറ്റും RCCയും, കോൺക്രീറ്റ് 8 മാർക്കിനും RCC 7 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 15 മാർക്കിനാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺക്രീറ്റും RCCയും കൂടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വെയിറ്റേജ് മനസ്സിലാക്കി കാണും. നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ നിന്ന് 23 മാർക്കോളം ഉണ്ട്. അത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ളത് ഈ പോർഷനിൽ നിന്നാണ്. പിന്നീട് വന്നിട്ടുള്ള എൻവയോൺമെൻറ്റ്, അത് കഴിഞ്ഞ് കോൺക്രീറ്റും RCCയും ആണ്. ഇനി നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്ന് 6 മാർക്ക് വന്നിട്ടുണ്ട്. ഓട്ടോകാഡ് 6 മാർക്ക്. ഓട്ടോകാഡൊക്കെ ബേസിക് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്നായാലും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഇനി എസ്റ്റിമേഷനും 6 മാർക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് 8 മാർക്കിനും സ്റ്റീൽ സ്ട്രക്ചേഴ്സ് 2 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം നോക്കിക്കഴിഞ്ഞാൽ 97% തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും 3% മാത്രമാണ് ന്യൂമറിക്കൽസ് ചോദിച്ചിട്ടുള്ളത്. ഇനി സ്ട്രക്ചറൽ അനാലിസിസ് 3 മാർക്കിന്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആവട്ടെ 6 മാർക്കിന് ചോദിച്ചിരുന്നു. റെയിൽവേ 3 മാർക്ക്. ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഹിസ്റ്ററിയാണ് കൂടുതലായിട്ടും ചോദിച്ചിരുന്നത്. ഇനി ജിയോ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ 8 മാർക്ക്. ഇറിഗേഷൻ, ഹൈഡ്രോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നില്ല. ഇറിഗേഷനിൽ നിന്ന് മാത്രമായിട്ട് 2 ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അങ്ങനെ കൂടാതെ സർവേ ആൻഡ് റിമോട്ട് സെൻസിങ് 3 മാർക്ക്. റിമോട്ട് സെൻസിങ്ങിൽ നിന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇപ്പം മൊത്തം നോക്കുകയാണെങ്കിൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ വെയിറ്റേജ് വന്നിരിക്കുന്നത് നോക്കി. ഈ വെയിറ്റേജ് മാത്രം നിങ്ങൾ അനാലിസിസ് ചെയ്തുകൊണ്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യരുത്. നിങ്ങൾ മുമ്പ് നടന്നിട്ടുള്ള ഒരു 5 വർഷത്തെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ഇതുപോലെ ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് നോക്കിയിട്ട് അങ്ങനെ ഒരു അനാലിസിസ് നടത്തിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ തുടങ്ങാൻ. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങളുടെ പഠനം നെക്സ്റ്റ് ലെവൽ എത്തിക്കാൻ ഏണസ്റ്റ് അക്കാഡമി നിങ്ങളെ സഹായിക്കുന്നതാണ്. അതിനായുള്ള RRB ജൂനിയർ എഞ്ചിനീയർ ഇൻറ്റൻസീവ് ബാച്ച് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. മികച്ച അധ്യാപകർ നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്, നിങ്ങളുടെ പഠന നിലവാരം അളക്കുന്നതിനുള്ള അസസ്മെൻറ്റ് ടെസ്റ്റുകൾ, കൂടാതെ തന്നെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്നിവ നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വീണ്ടും കാണുന്നതുവരെ താങ്ക് യു.